എല്ലാവർക്കും നമസ്കാരം. സ്വാമി വിവേകാനന്ദൻ്റെ ഹനുമൽ ഭക്തി. ശ്രീരാമകൃഷ്ണൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു സ്വാമി വിവേകാനന്ദൻ. കുട്ടിക്കാലത്ത് നരേന്ദ്രൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഹനുമാൻ്റെ ഭക്തനായിരുന്നു. ഹനുമാൻ്റെ വീരസാഹസിക കഥകളും മറ്റും മാതാവിൽ നിന്നും കേട്ടറിഞ്ഞു വളർന്നു വന്ന വിവേകാനന്ദൻ ഹനുമാനിൽ കൂടുതൽ ആകൃഷ്ടനായി തീർന്നു. സദാസമയവും ഹനുമാനെ ഭജിക്കുകയും ഹനുമാന്റെ കഥകൾ കേൾക്കുകയും ചെയ്യുന്നത് നരേന്ദ്രനിൽ വളരെ കൗതുകമുണർത്തിച്ചു. എന്നാൽ ഹനുമാൻ ചിരഞ്ജീവിയാണെന്നും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നും അറിഞ്ഞ നരേന്ദ്രന് ഹനുമാനെ ഒന്ന് കാണണമെന്ന് തീവ്രമായ ആഗ്രഹം ഉദിച്ചു. അങ്ങനെയിരിക്കെ തൻ്റെ ഗ്രാമത്തിൽ ശ്രീരാമ കഥാകാലക്ഷേപം നടക്കുന്നെന്നറിഞ്ഞ് അത് കേൾക്കാനായി നരേന്ദ്രൻ പോയി. അവിടെ അവതരിപ്പിച്ച കഥകൾ വളരെ ശ്രദ്ധയോടെ കേട്ടിരുന്നു. കദളീവനത്തിൽ ശ്രീരാമനാമങ്ങളും ജപിച്ചു ധ്യാനത്തിൽ കഴിയുന്ന ഹനുമാന്റെ ഇഷ്ടപ്പെട്ട വാസസ്ഥലം വാഴത്തോപ്പുകളാണെന്നും ഇഷ്ടഭക്ഷണം വാഴപ്പഴമാണെന്നും നരേന്ദ്രൻ മനസ്സിലാക്കുന്നു. ഒപ്പം വാഴത്തോപ്പുകളിൽ ഹനുമാനെ ദർശിക്കാൻ സാധിക്കുമെന്നും നരേന്ദ്രൻ വിശ്വസിച്ചു. അങ്ങനെ കുരുന്നു മനസ്സിൽ ഹനുമാനെ കാണാനുള്ള ആവേശം കൂടുതലായി. തൻ്റെ വീട്ടിനടുത്തുള്ള വാഴത്തോട്ടത്തെക്കുറിച്ചോർത്ത നരേന്ദ്രൻ ആ വാഴത്തോപ്പിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. കാരണം അവിടെ ധാരാളം വാഴപ്പഴങ്ങളുമുണ്ട്. എന്തായാലും വാഴപ്പഴം കഴിക്കാൻ ഹനുമാൻ സ്വാമി എന്തായാലും വരാതിരിക്കില്ല. അങ്ങനെ ഹനുമാൻ സ്വാമിയെ ദർശിക്കാനായി നരേന്ദ്രൻ ഇരുട്ടിനെ വകവയ്ക്കാതെ ഒറ്റയ്ക്ക് വാഴത്തോട്ടം ലക്ഷ്യമാക്കി നടന്നു. വിശപ്പും ദാഹവും ക്ഷീണവും എല്ലാം മറന്ന് ഹനുമാനെ കാണാനായി കാത്തിരുന്നു. ഒടുവിൽ നിരാശനായി തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി. നടന്ന കാര്യങ്ങൾ വളരെ വിഷമത്തോടെ മാതാവിനെ ധരിപ്പിച്ചു. അമ്മ നരേന്ദ്രനെ സമാധാനിപ്പിച്ചു. എന്നെങ്കിലും നിനക്ക് ഹനുമാൻ സ്വാമിയെ കാണാൻ കഴിയും, സമാധാനമായിരിക്കെ. അങ്ങനെ ഹനുമാനെക്കുറിച്ചുള്ള ചിന്തകൾ നരേന്ദ്രനോടൊപ്പം വളർന്നു വലുതായി. ശ്രീരാമകൃഷ്ണൻ്റെ പ്രഥമ ശിഷ്യനായി പ്രശസ്തനായിട്ടും ഹനുമാനെക്കുറിച്ചുള്ള ഭക്തിയും നിഷ്ഠയും നിഷ്കളങ്കമായ മനോഭാവവും ബ്രഹ്മചര്യവ്രതവും വിവേകാനന്ദൻ്റെ മനസ്സിൽ അടിയുറച്ചു നിന്നു. മഹാധീരനായ ഹനുമാന്റെ ആദർശത്തെ അവലംബിച്ച് പ്രവർത്തിക്കുകയും ശ്രീരാമനിൽ ഹനുമാനുണ്ടായ അടിയുറച്ച ഭക്തിവിശ്വാസവുമാണ് അദ്ദേഹത്തിൻ്റെ വിജയത്തിന് നിദാനമായത്. ഹനുമാനെ മാതൃകാദേവനായി കരുതി ധ്യാനിച്ച് അദ്ദേഹം കാട്ടിയ വിശുദ്ധമായ പാതയിൽ കൂടി സഞ്ചരിച്ച് ശ്രീരാമ കീർത്തനങ്ങളും ഹനുമൽ സ്തുതികളും ലോകമെങ്ങും പ്രചരിപ്പിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശം നൽകി. വിവേകാനന്ദ സ്വാമികൾ കൂടെ ബംഗാളിലുള്ള ഹനുമൽ ക്ഷേത്രം സന്ദർശിച്ച് അവിടെ താമസിച്ച് ഉപവാസം അനുഷ്ഠിക്കുക പതിവായിരുന്നു. കൂടാതെ യുവതലമുറയോട് ബ്രഹ്മചര്യമനുഷ്ഠിച്ച് ആത്മധൈര്യവും കായിക ശേഷിയും അർപ്പണ മനോഭാവവും ആത്മീയ ശക്തിയും നേടേണ്ടത് ആവശ്യമാണെന്നും അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. സ്വാമി വിവേകാനന്ദൻ ശ്രീരാമദേവനോടും ആഞ്ജനേയ സ്വാമിയോടും അതിരറ്റ ബഹുമാനവും ഉറച്ച വിശ്വാസവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഹനുമാന്റെ സദ്ഗുണങ്ങളെല്ലാം സ്വാമി വിവേകാനന്ദനും തൻ്റെ ജീവിതാദർശ തത്വങ്ങളായി അംഗീകരിക്കുകയും തൻ്റെ ആദ്യ ഗുരുനാഥൻ ഹനുമാൻ സ്വാമിയാണെന്ന് സ്വാമി വിവേകാനന്ദൻ പലപ്പോഴും സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്.